നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിരൂരിൽ മണ്ണിടിച്ചിലിൽ അകപ്പെട്ട മലയാളി ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ രക്ഷാപ്രവർത്തനത്തിന് മുന്നിലിട്ടിറങ്ങിയ ആളായിരുന്നു രഞ്ജിത്ത് ഇസ്രായേൽ. മണ്ണിടിഞ്ഞ ഭാഗത്തെ തെരച്ചിലിന് ആദ്യം മുതലേ രഞ്ജിത്ത് ഉണ്ടായിരുന്നു. എന്നാൽ ഇദ്ദേഹത്തിന്റെ ഇടപെടലാണ് അർജുന്റെ രക്ഷാപ്രവർത്തനത്തെ ബാധിച്ചത് എന്നാണ് സൈബറിടം ഇപ്പോൾ പറയുന്നത്. ലോറി മണ്ണിനടിയിൽ തന്നെ ഉണ്ട്, എനിക്കൊരു സഹകരണവും കിട്ടുന്നില്ല, ഞാൻ പറഞ്ഞ ഒന്നും വിട്ടുതരുന്നില്ല എന്ന് രഞ്ജിത്ത് പലകുറി പറഞ്ഞിരുന്നു. രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം വരെ സൂപ്പർ ഹീറോയായിരുന്നു മലയാളികൾക്ക്. ഇന്ന് അതേ മലയാളികൾ തന്നെ രഞ്ജിത്തിനെ കൊന്നു കുഴിച്ചു മൂടുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഓരോ നേരത്തും തോന്നുന്നത് അയാൾ പറയുന്നുവെന്നും അയാൾ സംസാരിക്കുന്നത് മലയാളമായതിനാൽ തന്നെ അയാൾക്ക് ഇഷ്ടം പോലെ സ്പേസ് മാധ്യമങ്ങൾ നൽകുന്നുണ്ടെന്നും പക്ഷേ ഏതൊരു നാടിനും അതിൻ്റെതായ സിസ്റ്റം ഉണ്ടെന്നും അതല്ലാതെ നിങ്ങളുടെ സങ്കല്പത്തിലെ പോലെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നടക്കണമെന്ന് ശഠിക്കരുത് എന്നാണ് സൈബറിടം പറയുന്നത്. ആവേശവും ഷോ ഓഫും പാടില്ല എന്നും അതാണ് നിങ്ങൾക്ക് പറ്റിയ തെറ്റെന്നും സോഷ്യൽ മീഡിയ ഇപ്പോൾ കുറ്റപ്പെടുത്തുകയാണ്. അതേസമയം രഞ്ജിത്തിനെ അനുകൂലിച്ചും ആളുകൾ രംഗത്ത് വരികയാണ്. തിരുവനന്തപുരം വിതുര സ്വദേശിയായ 33-കാരനായ രഞ്ജിത്ത് കഴിഞ്ഞ കുറെ ദിവസമായി ഇതിനുവേണ്ടി ഭഗീരഥ പ്രയത്നം തന്നെ നടത്തി വരികയാണ്. പക്ഷേ അവസാന നിമിഷം 90% മണ്ണ് മാറ്റിയിട്ടും ഇതിനടിയിൽ ലോറി ഇല്ല എന്ന് നേവി അടക്കമുള്ളവർ പറഞ്ഞെങ്കിലും രഞ്ജിത്ത് അതിനെ വിസമ്മതിക്കുകയായിരുന്നു. ഇതിനുള്ളിൽ തന്നെ ലോറി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെയാണ് രഞ്ജിത്തിനെ പിഴച്ചത് എന്ന സമൂഹ മാധ്യമം ചൂണ്ടിക്കാണിക്കുകയാണ്. പക്ഷെ അപ്പോഴും ആരും വിളിക്കാതെ സ്വമേധയാ ഇവിടേക്ക് വരികയും രഞ്ജിത്ത് വന്നതിന് ശേഷം മാത്രമാണ് ഇപ്പോൾ ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് വേഗത കൂടിയത് എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല. പക്ഷെ അപ്പോഴും രഞ്ജിത്തിനെ കുറ്റപ്പെടുത്താൻ ഒരു കൂട്ടം സൈബർ ഇടങ്ങളിൽ അണിനിരക്കുകയാണ് എന്ന് വേണം പറയാം. രാജ്യം നേരിട്ട പല ദേശീയ ദുരന്തങ്ങളിലും രക്ഷാപ്രവർത്തകനായി ദ്രുതകർമ്മ സേനയ്ക്കൊപ്പം രഞ്ജിത്ത് ഉണ്ടായിരുന്നു. 2023 ഉത്തരാഖണ്ഡിൽ നടന്ന മേഘവിസ്ഫോടനം, 2018 കേരളത്തെ നടുക്കിയ പ്രളയ ദുരന്തം, 2019 കവളപ്പാറ ഉരുൾപൊട്ടൽ, 2020 ഇടുക്കി പൊട്ടിമുടി ഉരുൾപൊട്ടൽ, 2021 ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞുണ്ടായ തപോവൻ ടണൽ ദുരന്തത്തിലും കഴിഞ്ഞ വർഷം നവംബറിൽ ഉത്തരാഖണ്ഡിലെ ചാർധാം തീർത്ഥാടന പാതയിലെ തുരങ്കത്തിൽ കുടുങ്ങിയ 40 തൊഴിലാളികളെ രക്ഷിക്കാനുള്ള ദൌത്യത്തിലും മലയാളിയായ രഞ്ജിത്ത് ഇസ്രായേൽ പങ്കാളികളായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ രഞ്ജിത്ത് ഇസ്രായേലായിരുന്നു എല്ലാവരുടെയും ഹീറോയും. ഫേസ്ബുക്കിലും വാട്സാപ്പിലും അടക്കം DP-യും പ്രൊഫൈൽ പിക്കും രഞ്ജിത്ത് തന്നെയായിരുന്നു. പക്ഷേ നിമിഷ നേരം കൊണ്ട് രഞ്ജിത്തിനെ തള്ളിപ്പറയാൻ മലയാളികൾക്ക് കഴിഞ്ഞു. എന്നാൽ ഒന്നടങ്കം മലയാളികൾക്ക് അതിന് സാധിക്കില്ല എന്നതാണ് വ്യക്തമാകുന്നത്. എല്ലാ മനുഷ്യർക്കും ഒരു തെറ്റുപറ്റാം. പക്ഷേ അദ്ദേഹം വിശ്വസിച്ചിരുന്ന അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്ത് കൊണ്ട് അദ്ദേഹം വിചാരിച്ചിരുന്നത് ഈ ലോറി മണ്ണിനടിയിൽ തന്നെ ഉണ്ടാകുമെന്നാണ്. പക്ഷേ അല്ലെങ്കിൽ സത്യം മറ്റൊന്നായിരുന്നു എന്നതിൽ അത് വാസ്തവമാണ്. പക്ഷേ അദ്ദേഹത്തെ കുറ്റപ്പെടുത്താൻ സൈബർ ഇടങ്ങളിലേക്ക് ഇട്ടുകൊടുക്കരുതേ എന്ന ആവശ്യവും എല്ലാവരും മുന്നോട്ട് വെക്കുകയാണ്. ഇത് അദ്ദേഹത്തിന്റെ വരും ദിവസങ്ങളിലുള്ള ഇനിയും അദ്ദേഹത്തിനെ കൊണ്ട് നമ്മുടെ രാജ്യത്തിന് നമ്മുടെ നാടിനും ആവശ്യങ്ങൾ ഉണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങാൻ ഒരുപക്ഷെ മടിക്കാം. ആ ഒരു മടിയും കാണിക്കാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. എന്തായാലും രഞ്ജിത്തിനെ കുറ്റം പറയാൻ മലയാളികൾക്ക് 100 നാവാണെന്ന് പറയുന്നതിൽ യാതൊരുവിധ കാര്യവുമില്ല. പക്ഷേ രഞ്ജിത്തിനെ പോലെയുള്ള മനുഷ്യന്മാർ നമ്മുടെ നാട്ടിൽ ഇനിയും ഉണ്ടാകണമെന്ന് തന്നെയാണ് ഓരോരുത്തരും എടുത്തു പറയുന്നത്.